നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നം തന്നെയാണ്. അത് BJP ഭരണസമിതിക്കല്ല, CPM LDF മിണ്ടാതിരിക്കുന്നു, UDF കിടന്ന് LDF ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, അവർക്ക് ഒരു ചതി മനസ്സിലായി. UDF ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുഴി LDF വലിച്ചാണ്. ഇന്ന് പറയുന്ന ഒരുമിച്ച് അവിശ്വാസം കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന കരക്കമ്പികളാണ്. കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ. വിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇവരത് ആലോചിക്കണ്ടേ? ഒരു നഗരസഭ പറഞ്ഞ അട്ടിമറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് ജനത്തിന് മുന്നിൽ സമാനം പറയേണ്ടി വരും. അട്ടിമറിക്കാൻ പറ്റൂല. അതായത് എന്ത് അവിശ്വാസം കൊണ്ട് രണ്ടുപേരോട് കൊണ്ടുവന്നാലും അവിശ്വാസം പരാജയപ്പെട്ടു പോവുകയുള്ളൂ. ഇപ്പൊ സുഗതൻ ഇല്ലെങ്കിലും സ്വതന്ത്രന്മാര് രണ്ടുപേര് അതൊരു നിലപാട് പ്രഖ്യാപിക്കത്തിടത്തോളം കാലം ഒരു കാരണവശാലും ഇതിനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഒരു ഭരണപക്ഷം ഉണ്ടാകുമ്പോൾ അവർക്ക് ഭരിക്കാൻ സമയം കൊടുക്കാതെ ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വണ്ടികളിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഓട്ടോക്കാരടക്കമുള്ളവർ, സാധാരണ ജനങ്ങൾ, ഇവരോടൊക്കെ നമ്മൾ സാധാരണഗതി രാഷ്ട്രീയം സംസാരിക്കുമ്പോഴൊക്കെ അവരെല്ലാം ഏകസ്വരത്തിൽ ഈ കാണിക്കുന്നത് തോന്നിവാസമാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി അഥവാ നഗരസഭാ ഭരണം, സത്യത്തിൽ നഗരസഭാ ഭരണം പോയി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നു എന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും 3-2 ഭൂരിപക്ഷത്തോടെ, അതെ 3-2 ഭൂരിപക്ഷത്തോടെ തന്നെ BJP അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഈ CPM-ഉം കോൺഗ്രസും കൂടി പല നേതാക്കന്മാരെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രം അറിയുന്ന കൗൺസിലർമാരെ, അവരുടെ വാർഡിൽ മാത്രം അറിയുന്ന കൗൺസിലർമാരായിരുന്നു സുഗതനും. സത്യത്തിൽ തിരുവനന്തപുരം ജില്ല മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാരല്ല ചെമ്പഴന്തി ഉദയനും ഒക്കെ. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ ആലോചിച്ച് നോക്കൂ, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടുപേരായി മാറി ചെമ്പഴന്തി ഉദയനും അതുപോലെ സുഗതനും. അതെ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ അപകടം മനസ്സിലാവാത്താണ്. അത് കേരളത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM-നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPM എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ CPM-നും കോൺഗ്രസിനും ഒരുപോലെ വിരൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശബരിനാഥൻ്റെ ഇന്നലത്തെ പ്രകടനം, ആ പ്രകടനം എന്താണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ശബരിനാഥൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ശബരിനാഥന് മേയറാകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം. എനിക്ക് സംശയമുണ്ട്. ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. അതെ, ഇപ്പൊ ലോ പ്രൊഫൈലാണ്. കാരണം BJP വിട്ടുപോയ സന്ദീപ് വാര്യർ പോലും അവിടെ പോയി MLA ആയി. G കാർത്തികേയൻ മരിച്ചത് കൊണ്ട് മാത്രം MLA സ്ഥാനം കിട്ടപ്പെട്ട ഒരാളാണ് ശബരിനാഥൻ. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ അടപടലം പരാജയപ്പെട്ടു. ആ ശബരിനാഥനാണ് ഇന്നലെ ശബരിനാഥൻ വന്നിരുന്നു പറഞ്ഞു BJP-ക്കാർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല എന്നൊക്കെ പറയുമ്പോൾ G കാർത്തികേയന്റെ സംസ്കാരമാണോ ശബരിനാഥിന് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. സംശയമുള്ള കാര്യമാണ്. തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്നലെ ശബരിനാഥൻ, ഇത്രയും കാലം ശബരിനാഥൻ അണിഞ്ഞിരുന്ന മുഖമൂടി എന്താണെന്ന് ഇന്നലെ വ്യക്തമാക്കുന്നതാണ് ഇന്നലത്തെ ശബരിനാഥന്റെ പ്രകടനം. ഏത് വിഷയത്തിലും മാന്യമായ നടപടി സ്വീകരിക്കേണ്ടവർ. ഇപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്റർ, VV രാജേഷ് തന്നെ പറയുന്നുണ്ട്, ഒരു വിവരാവകാശം കൊടുത്താൽ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ കോപ്പി കിട്ടുമെന്നിരിക്കെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തുകൊണ്ട് എന്ത് പ്രകടനമാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? ആ അറ്റൻഡൻസ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ കൃത്യമായി തന്നെ ആ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രൊവൈഡ് ചെയ്ത ആളെ കൊണ്ട്, അത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മേയറോടൊപ്പം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മേയറോടൊപ്പമുള്ള ആളാണ്. രാജേഷ് ആരെയും മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ആൾ തന്നെ വന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്ററുമായി എന്ത് പ്രഹസനമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്? അതിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് സത്യത്തിൽ ഈ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി കഴിഞ്ഞ CPM-ന്റെ ഏറ്റവും നെറുകെട്ട പ്രചരണത്തെ അതിജീവിച്ച് വന്ന പെൺകുട്ടിയാണ്. സിമ്പതിയിൽ കയറി വന്ന പെൺകുട്ടിയാണ്. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ സത്യത്തിൽ ഞാൻ ആ അനുഭാവി അല്ലാതിരുന്നിട്ട് കൂടി ആ പെൺകുട്ടിയുടെ സംസാരവും ആ പെൺകുട്ടിയുടെ ക്ലാരിറ്റിയും സംസാരത്തിലെ രീതിയും ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു രാഷ്ട്രീയ നേതാവാകാനുള്ള യോഗ്യതയുണ്ട് ആ പെൺകുട്ടിക്കെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ആ പെൺകുട്ടിയുടെ പ്രകടനം സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു സ്ത്രീക്ക് ഇങ്ങനെ കള്ളം പറയാൻ കഴിയുമോ? അതായത് ആ ശബരിനാഥന്റെ പിറകിൽ നിൽക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ത്രീയാണ്, ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ പിറകിൽ നിൽക്കുന്ന മേരി പുഷ്പമാണ് വെള്ളമെടുത്ത് BJP-ക്കാരുടെ തലയിലോട്ട് ഒഴിക്കുന്നത്. ഒരു തുള്ളി വെള്ളം ഈ പെൺകുട്ടിയുടെ മുഖത്തോ, ആ പെൺകുട്ടിയെ കണ്ടാൽ അതിൻ്റെ മേക്കപ്പ് പോയിട്ടില്ല മുഖത്ത്, ഒരു തുള്ളി വെള്ളം ആ പെൺകുട്ടിയുടെ മുഖത്ത് വീണിട്ടില്ല. ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുന്നത് BJP-ക്കാർ വെള്ളം ഒഴിച്ചു എന്നുള്ളതാണ്. BJP-ക്കാർ ഞെട്ടി, ഇത് എവിടെ നിന്നാണ് ചൂടുവെള്ളം വരുന്നതെന്ന് BJP-ക്കാർ ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന വിഷ്വൽസ് നമ്മൾ കാണുന്നുണ്ട്. എറിയുന്നത് കൃത്യമായ വിഷ്വൽസ് ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, വിഷ്വൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഈ വിഷ്വലുകളെല്ലാം തന്നെ റെക്കോർഡാക്കപ്പെടുന്നതാണ്.
ഈ റെക്കോർഡുകൾ വെച്ചുകൊണ്ട് കള്ളം പറയാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഈ പെൺകുട്ടിയുടെ പ്രകടനം കണ്ടപ്പോൾ. നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലുള്ള പ്രകടനം, എത്ര ഭംഗിയായി കള്ളം പറയുന്നു എന്നുള്ളതാണ്. അതിശയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളം പറയുന്ന ഒരു ജനപ്രതിനിധിയെ, അതായത് ഈ ഏതെന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ ഈ പെൺകുട്ടിയുടെ പ്രകടനം എന്തായിരിക്കും? ഇപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാറ്റിപ്പറഞ്ഞ ഒരു പെൺകുട്ടി ഏത് വിഷയത്തിലും അവരെ സേഫാക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായിട്ട് ആ വാർഡിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നുണയത്തിയായ ഒരു സ്ത്രീയെ, കള്ളം മാത്രം പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങളുടെ ജനപ്രതിനിധിയാക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജെനുവിനിറ്റി പോയി. പറയുന്നതിന് രാഷ്ട്രീയപരമായി നമുക്ക് പലതും പറയാം, പക്ഷേ അവർക്കറിയാം അവരുടെ പിന്നിൽ നിന്നാണ് വെള്ളം വന്നതെന്ന്. അവരുടെ പിന്നിൽ നിന്ന് വെള്ളം വന്നു, അവരുടെ ദേഹത്ത് ഒരു തുള്ളി പോലും വെള്ളം വീണില്ല. പക്ഷെ അവരുടെ ദേഹത്ത് വെള്ളം വീണില്ല. വീണ്ടും വീണ്ടും പറയുകയാണ് BJP കൗൺസിലർമാരാണ് വെള്ളം ഒഴിച്ചതെന്ന് പറയുകയാണ്. നമുക്ക് അതിശയം തോന്നും. ഒന്ന്, BJP എന്ന് പറയുന്ന ഒരു 4 മാസമേ ആയിട്ടുള്ളൂ, എല്ലാത്തിനും സമരമാണ്. അതായത് സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി, അത് കാപ്പ കേസിൽ പ്രതിയാകാനുള്ള സാഹചര്യങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ ആ കൗൺസിൽ അറിയാവുന്ന കാര്യമാണ്. കൗൺസിൽ അട്ടിമറിക്കുക എന്ന അജണ്ട തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നു. ഒരുപക്ഷെ നമുക്കറിയില്ല ഈ സുഗതനെ പെട്ടെന്ന് കാപ്പ കേസിൽ പെടുത്തി പ്രതിയാക്കിയത് പോലും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രനും കൂടെയുള്ള ഡീലാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഈ പ്രകടനമൊക്കെ കാണിച്ചെങ്കിലും ഇന്ന് പറയുന്നത് ഒരുമിച്ച് വീണ്ടും അവർ രണ്ടുപേരും ചേർന്ന് അവിശ്വാസം കൊണ്ടുവരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശബരിനാഥനൊക്കെ ഇത്ര അഴിഞ്ഞാടുന്ന, ശബരിനാഥൻ എന്താ ഇപ്പോൾ ഭരണത്തിൻ്റെ തണലിലല്ലേ അഴിഞ്ഞാടുന്നത്? ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് കോൺഗ്രസ്സുകാർ ഇവിടെ സമരം ചെയ്തിട്ടുണ്ടോ? ഡിസംബർ അവസാനം സത്യപ്രതിജ്ഞ ചെയ്തവരെല്ലാം കൗൺസിൽ നഗരസഭയിൽ കയറി ജയിച്ചു. ശബരിനാഥൻ ഡിസംബർ അവസാനം 2025 ഡിസംബർ അവസാനം, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അല്ലേ, മെയിലാണ് സർക്കാർ മാറുന്നത്. 4 മാസം ഇവരാരും ഒരു സമരമില്ല, ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും ശബരിനാഥൻ സമരവുമായി വരുന്നു. ശബരിനാഥൻ ഏത് സമരമാണ്? ശബരിനാഥൻ ഇത്രയും കാലത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഏത് സമരമാണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ എന്താണ്, ഭരണത്തിന്റെ ഹുങ്കോ, അതോ CPM ഒന്നും ചെയ്യില്ല എന്ന ബോധ്യമോ, അതോ രണ്ടുപേരും ഒത്തുചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാമെന്നുള്ള ബോധ്യം? എന്താണ് അതിന്റെ പിന്നിൽ? അപ്പോൾ കോൺഗ്രസ് ഇത്രയും അഴിമതി കാണിച്ചത്, വളരെ കൃത്യമായ അഴിമതികൾ VV രാജേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമപരമായി ചെയ്യാവുന്നതെല്ലാം VV രാജേഷ് നോക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് ഈ പറയപ്പെടുന്ന ചില കല്യാണ മണ്ഡപങ്ങളടക്കം ഒഴിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനൊന്നും മറുപടി പറയാതെ, ഇതിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ CPM മറുപടി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കാൻ, ഒറ്റ വരി നിഷേധക്കുറിപ്പ് ഇറക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു വരി ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത് പറയുന്നത് കള്ളമാണെന്ന് ഒറ്റ വരി നിഷേധക്കുറിപ്പ് പോലും ഇറക്കാൻ കഴിയാത്തവർ ഇപ്പോൾ ഈ അതിന് കൂട്ടുപിടിക്കുകയല്ലേ ശബരിനാഥനും? അപ്പോൾ ഇത്രയും കാലമുണ്ടായിരുന്ന എല്ലാ അഴിമതിക്കാരാണ് രണ്ടുപേരും. BJP ഇവിടെ ഭരണം നടത്തിയാൽ, അഴിമതികൾ പുറത്തു വന്നാൽ ജീവിതകാലത്ത് കോൺഗ്രസിനും CPM-നും ഇനി തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് അഴിമതികൾ പുറത്തു വരേണ്ട, ഞങ്ങൾക്ക് പറ്റുന്ന അഴിമതികൾ ഞങ്ങളും, നിങ്ങൾക്ക് പറ്റുന്ന അഴിമതികൾ നിങ്ങളും നടത്തിക്കോളൂ എന്ന ഒരു കാര്യമല്ലേ അതിന്റെ പിന്നിൽ? ആലോചിച്ചപ്പോ ഇത്രയും നല്ല രീതിയിൽ അഴിമതി ചെയ്യണമെന്നാണ് ഇവിടെ മനസ്സിലാഗ്രഹം. അതെ അതെ, എങ്കിലല്ലേ അവർക്കും കൂടെ പിടിച്ചിരിക്കാൻ പറ്റൂ. അപ്പൊ അത് രാജേഷ് ചെയ്യുന്നില്ല, അഴിമതി ചെയ്യുന്നില്ല, കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നു. മറ്റുള്ള കൗൺസിലർമാർക്ക്, തിരുവനന്തപുരത്തെ കൗൺസിലർമാരെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. തിരുവനന്തപുരത്തെ BJP-യുടെ കൗൺസിലർമാർ ഒന്നിനൊന്നും മെച്ചമാണ്. അവരുടെ പ്രവർത്തന രീതിയായാലും ഏത് കാര്യമാണെങ്കിലും വളരെ കൃത്യമായി അവർ നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷമായി പ്രവർത്തിച്ചുകൊണ്ട്, കഴിഞ്ഞ 10 വർഷവും ഏറ്റവും ക്രിയാത്മകമായ പ്രതിപക്ഷം, ഇങ്ങനത്തെ ബഹളങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വളരെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു. അതെ, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിന്ന ആൾക്കാരാണ്. ഇതിനിടയിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഞാൻ കാണുന്നു, തിരുവനന്തപുരം നഗരസഭ ഭരണം തുലാസിൽ, കോർപ്പറേഷൻ ഭരണം തുലാസിൽ എന്നാണ്. എവിടെ തുലാസിലാണ്? എന്താണ് പറയുന്നത്? അപ്പോൾ ഇന്നലെ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് വെച്ച് അതിൽ വെള്ളം പടർത്തി, അതായത് സുഗതൻ ഒപ്പിട്ടിട്ടുണ്ട്. സുഗതൻ ഒറ്റ കൗൺസിൽ മാത്രം, ഇന്നലത്തെ ഒരു കൗൺസിൽ മാത്രമേ, രണ്ടാമത്തെ കൗൺസിലാണ്, അതിന് മുമ്പ് ഒരു കൗൺസിലും ഈ കൗൺസിലും മാത്രമേ സുഗതൻ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സുഗതൻ ഒപ്പിട്ടിരിക്കുന്നിടത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാൽക്കുലേഷനാണ്, അവിടെ വെള്ളം ഒഴിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു മാൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടോ ഇത് കോടതിയിലെത്തുമ്പോൾ ഇവിടെ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന്. അത് ശബരി എന്ന് പറയുന്ന ആൾ, ശബരി ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കില്ല എന്ന ജനങ്ങളുടെ ധാരണ തെറ്റിച്ചുകൊണ്ട് ശബരി അതിന് തെരഞ്ഞെടുത്തതാണ് രണ്ടുപേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അറ്റൻഡൻസ് രജിസ്റ്റർ കീറിക്കളഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്ന സുഗതൻ,
സുഗതന് വന്ന് എന്തായാലും ഒപ്പിടാൻ കഴിയില്ല. സുഗതൻ ജയിലിലാണെന്ന് കോടതി രേഖകളുണ്ട്. ജയിലിലാണ് നിലവിൽ, നമുക്കെല്ലാം അറിയാം. എങ്ങനെയാണ് സുഗതന് വേണ്ടി ഈ അറ്റൻഡൻസ് രജിസ്റ്റർ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. സുഗതൻ ഒപ്പിട്ടില്ലെങ്കിൽ വേറെ ആരും ഒപ്പിടണ്ട. ഇത് എന്ത് തരത്തിലുള്ള ന്യായീകരണമാണ്? ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ എന്തായാലും സുഗതന് ഒപ്പിടാൻ പറ്റില്ല. അത് കേരളത്തിലെ BJP നേതാക്കന്മാർക്കും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ച് എന്ത് പ്രഹസനമാണ് ഈ പറയപ്പെടുന്ന ശബരി കാണിച്ചതെന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സത്യത്തിൽ ഈ നേതാക്കന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, നിങ്ങൾക്ക് നന്നായി ജീവിക്കാനുള്ള നിങ്ങളുടെ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പാരസൈറ്റുകളെ അടിച്ച് ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്ത് CPM കാണിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ED ഓഫീസ് ആക്രമിക്കുന്നു. ഏറ്റവും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭ അടിച്ചു തകർക്കാൻ കൂട്ടുനിൽക്കുന്നു. അവരോടൊപ്പം ചേർന്ന് ഇപ്പോൾ കൗൺസിൽ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണ് ശബരിനാഥനും. എന്ത് വ്യത്യാസമാണ് ശബരിനാഥനും മറ്റു ഗുണ്ടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്? നമ്മൾ ശിവൻകുട്ടിയെ പറയുമല്ലോ, ശിവൻകുട്ടിയെ കളിയാക്കുന്നവർ എന്തുകൊണ്ടാണ് ശബരിനാഥൻ, ശിവൻകുട്ടിയുടെ അത്രയും ശബരിനാഥന് കുറച്ചുകൂടി തടിയുള്ളതുകൊണ്ട് ഡെസ്കിന്റെ മുകളിൽ കയറാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഇന്നലെ ഉള്ളൂ. ബാക്കിയെല്ലാം ശബരിനാഥൻ ചെയ്തിട്ടുണ്ട്. ശിവൻകുട്ടി എന്തൊക്കെ കാണിച്ചോ അതെല്ലാം ശബരിനാഥനും ഇന്നലെ ചെയ്തിട്ടുണ്ട്. പോടാ വാടാ വിളിക്കുക. എന്നിട്ട് ശബരിനാഥൻ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശബരിനാഥൻ ആലോചിച്ചു, ഏറ്റവും എലൈറ്റ് ക്ലാസ് ആൾക്കാരുടെ പ്രതിനിധിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കവടിയാർ പോലുള്ള ഒരു സ്ഥലത്തെ അതെ എലൈറ്റ് ക്ലാസ് ആൾക്കാരുടെ പ്രതിനിധിയായ ശബരിനാഥൻ ഇത്തരത്തിൽ തെരുവ് ഗുണ്ടകളെക്കാൾ തരം താഴ്ന്ന രീതിയിലാണ് ഇന്നലെ ചെയ്തതെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശബരിനാഥനോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു. അത് ശബരിനാഥനോടുള്ള റെസ്പെക്ട് G. കാർത്തികേയനോടുള്ള റെസ്പെക്ട് ആയിരുന്നു. സത്യത്തിൽ G. കാർത്തികേയനോടുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത് നിലനിൽക്കുമ്പോഴും ശബരിനാഥന് G. കാർത്തികേയനും സുലേഖ ടീച്ചറും വളരെ മാന്യരാണ് രണ്ടുപേരും. അവർക്ക് ശബരിനാഥനെ പോലെ ഒരു മോൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇന്നലെ എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ചിന്തിച്ചു പോയി. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മകൻ ഉണ്ടാകുന്നതെന്ന്. തെരുവ് ഗുണ്ട, ഒരു IAS ഓഫീസറുടെ ഭർത്താവ് തെരുവ് ഗുണ്ടകളെ നാണിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ അതും ഒരു കൗൺസിലിനകത്ത് കിടന്ന് ബഹളം വെക്കുക. എനിക്ക് തോന്നുന്നു എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമേജ് കുറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ മന്ത്രിമാരും MLA മാരും ഇപ്പം ലിജു ഒക്കെ ആദ്യം ജയിച്ചപ്പോഴേ മന്ത്രിയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും എന്തോ സംഭവമാണെന്ന് അറിയിക്കാനുള്ള പ്രകടനമായിരുന്നു ഇന്നലെ. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുണ്ടായതാണോ അതോ ഇത് ഏതെങ്കിലും ഡീലിന്റെ ഭാഗമാണോ? ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട വരും. ഒരു സംശയം അക്കാര്യത്തിലുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള ഡീൽ എന്നുള്ളത്. ശബരിനാഥനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷം കളിച്ചു. കാരണം ഇടതുപക്ഷം ഇന്നലെ സേഫായി, ഇന്നലെ അവർ മാന്യരായി. അതാണ് ശബരിനാഥൻ ആ കുഴിയിൽ വീഴുകയും ഇവർ മാന്യരാവുകയും വിട്ടുകൊടുത്തവർ മാന്യരാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ കുറച്ചുകൂടി മാൻഡേറ്റ് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. ആ മാൻഡേറ്റ് കിട്ടിയ CPM ഭരണത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ CPM-മായി കേരളം ഭരിക്കുന്നത് പോലും CPM-ന്റെ നിലപാട്, അവരുടെ നടപടികൾ, അവരുടെ ഇത്രയും കാലത്തെ ഭരണത്തിനെതിരെയുള്ള മാൻഡേറ്റാണ്. ആ മാൻഡേറ്റ് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുമിച്ച് കൂടി അവിശ്വാസം കൊണ്ടുവന്നാൽ തീർച്ചയായും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇടതും വലതും കക്ഷികളെന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. BJPക്ക് അത് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഗുണകരമായ രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ കണക്കിന് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.